നമസ്തേ. നമ്മൾ കഴിഞ്ഞ ദിവസം യുദ്ധത്തിൻ്റെ പരിണാമത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമല്ലേ പറഞ്ഞേ. അടുത്ത ഈ വീഡിയോ അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ദ്രൗണിയുടെ ശിരസിലുള്ള രത്നം, ദ്രൗണി തനിക്ക് ചിരഞ്ജീവിത്വം നേടിക്കൊണ്ട് ദ്രൗണി ആ രത്നം പാണ്ഡവർക്ക് കൊടുത്തു കൃഷ്ണൻ്റെ ആവശ്യപ്രകാരം. അപ്പോൾ 3000 ആണ്ട് ചലവും ചോരയും നാറി ആൾക്കാരെല്ലാം വെറുക്കുന്നവനായി നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുമെന്നാണ് അദ്ദേഹത്തെ ശപിച്ചത്. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത നമുക്കതിൻ്റെ ബാക്കിയാണ് നോക്കേണ്ടത് കേട്ടോ. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെ പറ്റിയും പറയാമെങ്കിൽ അത് ഈ അശ്വത്ഥാമാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. 1000 ആണ്ടുകളായി സർവ്വവ്യാധിയും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജനപ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്ന അഥോ ഭഗവാൻ കൃഷ്ണദ്വൈപായനോടൊപ്പം സർവ്വ മനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷ മത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്ന് കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ച് തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂടി തനിക്കുള്ള അനർഘമായ രത്നം പോയാലും എതിരാളിക്ക് മൂലോച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന് വാശിയായി വേരുറയ്ക്കുന്ന ആ പക എന്ന് പറയുന്ന മനുഷ്യശാപമുണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചെകുത്താൻ. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന മുന്നറിയിപ്പാണ് വ്യാസൻ അശ്വത്ഥാമാവിലൂടെ നമുക്ക് നൽകുന്നത്. അദ്ദേഹത്തെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയും ആക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാനവും അതാണ് എന്നാണ്. നമ്മൾ ശ്രീയെ എന്ന പോലെ ചേട്ടാഭഗവതിയെയും ആരാധിക്കുന്നവരാണല്ലോ. അപ്പോൾ വ്യാസനിൽ നന്മയുള്ള ചിരഞ്ജീവിയായി വ്യാസനുള്ളതുപോലെ തിന്മ മാത്രമുള്ള പകയുടെ ആദിപ്രരൂപം പോലെയുള്ള അശ്വത്ഥാമാവിനെയും നമ്മൾ ചിരഞ്ജീവിയായി അംഗീകരിക്കുന്നു എന്നാണ്. അന്ന് കൃഷ്ണൻ അശ്വത്ഥാമാവിന് നൽകിയ 3000 ആണ്ട് കാലത്തെ ശാപം ഇന്നും കാലം കൂടിയിട്ടില്ല. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല. കാരണം ഇപ്പോഴും രാജ്യങ്ങൾ തമ്മിലും ആൾക്കാർ തമ്മിലും പകവെച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളാണല്ലോ നടക്കുന്നത്. നമ്മുടെ മുന്നിൽ അടുത്തൊരവസരത്തിൽ പ്രത്യക്ഷീഭവിക്കുകയുണ്ടായി. കഴിഞ്ഞ 2ാം ലോക മഹായുദ്ധം അവസാനിച്ചത് ജപ്പാൻ ദ്വീപുകളിൽ നടത്തിയ ഒരു സൗത്തിക പർവ്വത്തിന് ശേഷമാണല്ലോ. അപ്പോൾ നഹി വൈരാണി ശാമ്യന്തി ദീർഘകാലേ കൃതാന്യപി എന്ന യുധിഷ്ഠിരവാക്യം ഓർക്കുമ്പോൾ ഹൃദയം നടുങ്ങിപ്പോകുന്നു. മനുഷ്യൻ ഇത്രയും നൂറ്റാണ്ടുകളായി പ്രകൃതിയെ, മനുഷ്യൻ്റെ അന്തഃപ്രകൃതിയല്ല ബാഹ്യപ്രകൃതിയെ കീഴടക്കി പണ്ട് അശ്വത്ഥാമാവിന് വേണ്ടി വന്നിടത്തോളം ആയാസപ്പെടാതെ അതിലും 100 മടങ്ങ് വലിയ നാശം വരുത്താമെന്ന സ്ഥിതിയിലേക്ക് പുരോഗമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കവിഭാവനയിൽ മാത്രമിരുന്ന ബ്രഹ്മശിരോസ്ത്രം ഇന്ന് നമുക്ക് മറ്റൊരു രൂപത്തിൽ കൈവന്നു കഴിഞ്ഞുവല്ലോ. എന്നാൽ ഒരു പുൽക്കൊടിയെടുത്ത് ജപിച്ചയച്ചിട്ട് എങ്ങാനും ഇരിക്കുന്ന ഒരു സ്ത്രീയുടെ വയറ്റിലുള്ള ഗർഭത്തെപ്പോലും മുടിക്കാനുള്ള വിദ്യ ഇനിയും കണ്ടുപിടിക്കാനിരിക്കുന്നേയുള്ളൂ. അതും നാം കണ്ടുപിടിക്കും. ആ വിദ്യ അറിവുള്ള അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണല്ലോ, മരിച്ചു പോയിട്ടില്ലല്ലോ. പക വീട്ടും എന്നാണല്ലോ ഇന്ന് വഴിനീളെ ആർത്ത് വിളിക്കപ്പെടുന്ന മുദ്രാവാക്യങ്ങൾ. നമ്മളിപ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു മുദ്രാവാക്യം അതാണല്ലോ. നമ്മൾ പ്രതികാരം നിർവഹിക്കും, നമ്മൾ പക വീട്ടും, പകരം ഞങ്ങൾ ചോദിക്കും എന്നാണല്ലോ. അതെല്ലാം കണ്ടുപിടിക്കട്ടെ. അതോടൊപ്പം പ്രയോഗിച്ച അസ്ത്രത്തെ തന്നെ നിരപായമായി പ്രതിസംഹരിപ്പാനും അസ്ത്രം കൊണ്ട് വെന്ത ചാപിള്ളയെപ്പോലും ജീവിപ്പിച്ച് ആയുസോടുകൂടി ഇരുത്താനും മതിയായ ബ്രഹ്മചര്യവും തപസ്സുമുള്ള ആ നരനാരായണന്മാരും തക്ക സമയത്ത് വന്നെത്തുമെന്ന് നമുക്ക് ആശിക്കാം. ഏത് ബ്രഹ്മശിരസ് പ്രയോഗിച്ചാലും ചാപിള്ളയായതിനെപ്പോലും ജീവിപ്പിക്കാനും അത് വർഷങ്ങളോളം രാജ്യം ഭരിക്കാൻ കഴിവുള്ള ഒരു യോഗ്യനായ രാജാവാക്കി വളർത്താനും പ്രാപ്തിയുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള ആൾക്കാരും വന്നെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർവഭൂതഹിതൈഷികളായ വ്യാസനും നാരദനും കണ്ണടച്ചല്ല ഇരിക്കുന്നതെന്നും എന്തുകൊണ്ടെന്നാൽ യുധിഷ്ഠിരൻ പണ്ട് കാട്ടിൽ വെച്ച് ദ്രൗപദിയോട് പറഞ്ഞതുപോലെ ഭാരതയുദ്ധത്തിൽ നിന്ന് ശേഷിച്ച അശ്വത്ഥാമാവ് ചിരഞ്ജീവിയായിട്ടും ഇന്നും ലോകത്തെ അടിയെത്താത്ത ഇരുട്ടിലാണ്ടിട്ടില്ല. ശാന്തി നേടിയില്ലെന്നല്ല, കേവലം മൃഗജീവിതമല്ല നയിക്കുന്നതും. തീർച്ച തന്നെ ധർമ്മചാരികൾ ചെയ്ത ധർമ്മങ്ങൾ നിഷ്ഫലമാവുകയില്ല. ഇവിടെ സത്യാഗ്രഹ പ്രണേതാവായ ഗാന്ധിജിയെ ഓർത്ത് നമസ്കരിക്കാനുള്ള സന്ദർഭം.
പ്രാസംഗികമായി അശ്വത്ഥാമാവിൻ്റെ കയ്യിൽപ്പെട്ട ഈ ബ്രഹ്മശിരോസ്ത്രത്തെപ്പറ്റി ഒരു പൂർവ്വകഥയുള്ളതും കൂടി ഇവിടെ എടുത്തു പറയത്തക്കതാണ്. കൗരവരുടെ ആയുധാഭ്യാസ കാലത്ത് ദ്രോണാചാര്യൻ പ്രീതനായി അർജുനന് ബ്രഹ്മശിരസ് ഉപദേശിച്ചു. അപ്പോൾ അശ്വത്ഥാമാവും അച്ഛനോടത് ആവശ്യപ്പെട്ടു. അദ്ദേഹം വളരെ തൃപ്തിയില്ലാതെ, വലിയ ആപത്തിൽപ്പെട്ടാലും നീ ഇത് പ്രയോഗിക്കരുത്, വിശേഷിച്ച് മനുഷ്യരിൽ എന്ന് ഏൽപ്പിച്ചുപദേശിച്ചു. നീ ഒരിക്കലും സജ്ജനങ്ങളുടെ മാർഗത്തിൽ നിൽക്കുകയില്ല എന്ന് പറയുകയുമുണ്ടായി. അയാൾ അതിൽ പരിഭവിച്ചു പോന്നു. നാടുതണ്ടി ദ്വാരകയിൽ ചെന്നു. യാദവരാൽ പൂജിതനായി കുറേ കാലം താമസിച്ചു. ഒരു നാൾ അയാൾ കൃഷ്ണനോട് ഏകാന്തതയിൽ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഉഗ്ര തപസ് ചെയ്ത് അഗസ്ത്യനിൽ നേടിയ ബ്രഹ്മശിരസ്സുണ്ടല്ലോ, അതെനിക്കും കിട്ടിയിട്ടുണ്ട്. താങ്കൾ എന്നോടിത് വാങ്ങി താങ്കളുടെ ചക്രം എനിക്ക് തന്നാൽ കൊള്ളാം. ചക്രായുധമുണ്ടല്ലോ. കൃഷ്ണൻ സന്തോഷത്തോടെ തൊഴുതു പറഞ്ഞു, ദേവദാനവാദികളൊക്കെ കൂടി വന്നാലും എൻ്റെ വീര്യത്തിലെ നൂറിനൊന്നും ഒക്കുകയില്ല. ഈ വില്ല്, ഈ ശക്തി, ഈ ചക്രം, ഈ ഗത, ഇതിലേത് വേണമോ അതെല്ലാം തരാം. താങ്കൾക്ക് ഏതെടുക്കാനും പ്രയോഗിക്കാനും കഴിയുമോ അതെടുത്തോളൂ. എനിക്ക് തരാൻ കരുതിയ അസ്ത്രം തരികയും വേണ്ട, എനിക്ക് ബ്രഹ്മാസ്ത്രമൊന്നും വേണ്ട, ഇതിലേത് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. അയാൾ വജ്രനാഭവും സഹസ്രാരവും അയസ്മയകവുമായ ചക്രം ആവശ്യപ്പെട്ടു. പിടിച്ചോളൂ എന്ന് കൃഷ്ണൻ അത് കാട്ടിക്കൊടുത്തു. അയാൾ പെട്ടെന്ന് ചാടി എണീറ്റ് ഇടംകൈ കൊണ്ട് പിടിച്ചു. അത് അനക്കുവാൻ സാധിച്ചില്ല. വലങ്കൈ കൂട്ടി കിണഞ്ഞു പിടിച്ചു. ഇളകിയില്ല. അയാൾ പാടുപെട്ട് മടുത്ത് മനം കെട്ടു മടങ്ങി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ദേവമനുഷ്യരിലെല്ലാം പ്രമാണീഭവിച്ച അർജുനൻ പോലും, എൻ്റെ പ്രിയപ്പെട്ട ആ സുഹൃത്തു പോലും താങ്കൾ ഈ ചോദിച്ചിട്ടില്ല. ഞാൻ ഹിമവൽ പാർശ്വത്തിൽ ചെന്ന് 12 കാലം ഘോരമായ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച തപസ്സുകൊണ്ട് നേടിയ എല്ലാം കൊണ്ടും എൻ്റെ കിടയിലുള്ള എൻ്റെ പുത്രൻ പ്രത്യുപ്നനോ അതിബലവാനായ ബലരാമനോ എൻ്റെ മറ്റാളുകളോ എന്നോടിത് ചോദിച്ചിട്ടില്ല. മൂഢാ, ദ്രോണപുത്രനും യാദവ പൂജിതനുമായ താങ്കൾ ആരോട് പൊരുതാനാണ് ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അങ്ങയെ പൂജിച്ച് അങ്ങയോട് തന്നെ പൊരുതാൻ. അയാൾ പറഞ്ഞു, ഞാൻ അജേയനാവണമെന്ന് വെച്ച് മാത്രം. അത് പറ്റിയില്ലല്ലോ. ഞാൻ പോകട്ടെ, എനിക്ക് നല്ലത് ആശംസിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് കൃഷ്ണനോട് പോലും ചക്രായുധം ചോദിച്ച ആളാണ് ഈ അശ്വത്ഥാമാവ് എന്ന് പറയുന്നത്. അത്രമാത്രം കൊള്ളരുതായ്മയാണ് അശ്വത്ഥാമാവിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് സെൻറ്റൻസുകളുണ്ട് കേട്ടോ. സെൻറ്റൻസുകൾ എന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങൾ. പിന്നെ ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വരിക്കണമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട പറഞ്ഞായിരുന്നു. കണ്ടോ, അതേതാന്ന് വെച്ചാൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവിൻ്റെ പറയുന്നുണ്ട്. ദുര്യോധൻ്റെ ഗുണത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് കേട്ടോ. ദുര്യോധൻ്റെ ഗുണത്തെക്കുറിച്ച് വേറെ ഒരു ഭാഗത്ത് ദുര്യോധൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദുര്യോധനൻ മരണാസന്നനായി കിടക്കുമ്പോഴും ഒരിക്കൽ പോലും ദുര്യോധനൻ എന്ത് ചെയ്തിട്ടില്ല, തൻ്റെ സ്ഥിരതയെ വെടിഞ്ഞിട്ടില്ല. അപ്പോഴും ദുര്യോധനൻ എത്രമാത്രം രാജാവായിരുന്നപ്പോൾ എത്രമാത്രം അഹങ്കാരിയും സ്ഥിരബുദ്ധിയും ഉള്ളവനായിരുന്നു, അതുപോലെ തന്നെയാണ് ആ മരണാസന്നനായി കിടക്കുമ്പോഴും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മകളിൽ ഒന്നെന്ന് പറയുന്നത്, തൻ്റെ അച്ഛനമ്മമാരെയോ ഭാര്യയെയോ ഓർക്കുന്നതിന് മുമ്പ് സ്വന്തം സഹോദരിയെ ഓർത്തു എന്ന് പറയുന്നൊരു നന്മ അദ്ദേഹത്തിനുണ്ട്. വേറൊരു ഭാഗത്തും ദുര്യോധൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തിൻ്റെ അവസാനം വരെയും അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനം വെടിയാതെ ജീവിച്ചു എന്നാണ്. അതുകൊണ്ടാണ് പുഷ്പവൃഷ്ടി നടത്തിയത് എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹം ഉറങ്ങാതെ ഇവരെ കൊല്ലണം എന്ന് കാത്തിരിക്കുകയാണല്ലോ എന്ന് കൃപരും കൃതവർമാവും പറയുമ്പോൾ അശ്വത്ഥാമാവ് പറയുന്ന വാചകമുണ്ട്. ആതുരനും അമർഷിതനും അർത്ഥം ചിന്തിക്കുന്നവനും കാമിക്കുന്നവനും ഉറക്കമുണ്ടോ എന്ന് പറയുന്നുണ്ട്. പിന്നെ കൃപാചാര്യർ, എന്തുകൊണ്ടാണ് കൃപാചാര്യരെ നമ്മൾ ചിരഞ്ജീവിയായി കരുതുന്നത് എന്ന് പറയുന്ന ഭാവമുണ്ട്. കാരണം എതിർക്കണമെന്ന ആഗ്രഹമുള്ള സന്ദർഭങ്ങളിൽ പോലും പാവത്താന്മാരെ പോലെ ഇരിക്കേണ്ടി വരുന്ന എല്ലാ മനുഷ്യരുടെയും പ്രതിനിധിയാണ്. പിന്നെ അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും കൂട്ടിച്ചേർത്ത് മനുഷ്യരിലെല്ലാം ഉള്ള ആ ഒരു നിസ്സഹായതയും ഒരു പാവത്വമുണ്ടല്ലോ, ആ പാവത്താന്മാരെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് കൃപാചാര്യരെ ചിരഞ്ജീവിയാക്കിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ 3 ചിരഞ്ജീവികളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇങ്ങനെ നിസ്സഹായനായിരിക്കുന്ന പാവത്താനായ കൃപാചാര്യർ. ഒന്ന് പക എന്ന് മാത്രം കരുതിക്കൊണ്ട് ചോരയും ചലവും നേറി 3000 ആണ്ടുകൾ
ഭൂമിയിൽ അലഞ്ഞു നടക്കും എന്ന്, ഏകനായി അലഞ്ഞു നടക്കേണ്ടി വരും, വ്യഥിതനായി അലഞ്ഞു നടക്കേണ്ടി വരുമെന്ന് കൃഷ്ണശാപം ഏറ്റുവാങ്ങിയ ദ്രൗണി. മൂന്നാമത്, സർവ്വതിൻ്റെയും ഉൽപ്പത്തിക്കും സർവ്വതിൻ്റെയും നിലനിൽപ്പിനും കാരണഭൂതനായ, ഭാരതത്തിന് തന്നെ കാരണഭൂതനായ വ്യാസൻ. അപ്പോൾ ഈ 3 ചിരഞ്ജീവികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന ലേഖനം. അതുകൂടാതെ യുദ്ധം എന്ന് പറയുന്നത് സുയോധനൻ, ദുര്യോധനൻ എന്ന 2 പേരിൻ്റെ അപ്രസക്തി എന്താണ്, യുദ്ധത്തിന് നല്ല യുദ്ധം ചീത്ത യുദ്ധം എന്നൊന്നില്ല, യുദ്ധത്തെ കൊണ്ട് നേടിയവർ അവസാനം നിർവേദത്തിലേക്കാണ് പോകുന്നത് എന്ന് പറയുന്നുണ്ട്, അതും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ദ്രൗണി എത്ര ക്രൂരനായാലും എത്ര കൊള്ളരുതാത്തവനായാലും അയാളിൽ സ്നേഹത്തിൻ്റെ ഒരു അംശമുണ്ടായിരുന്നു. ദുര്യോധനന് വേണ്ടിയിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ എത്ര ദുഷ്ടനായാലും അയാൾ കാണുന്ന ഒരു ചെറിയ സ്നേഹത്തിൻ്റെയോ നന്മയുടെയോ അംശമാണ് അയാളെ മഹാത്മാവാക്കുന്നതെന്നും പറയുന്നുണ്ട്. മഹാഭാരതം നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണെന്ന് എവിടെ നോക്കിയാലും കാണാം എന്ന് പറയുന്നുണ്ട്. 2 വിരോധങ്ങളാണ് മഹാഭാരത യുദ്ധത്തിന് കാരണമായതെന്ന് പറയുന്നു. ഒന്ന്, കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വിരോധം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ദ്രോണനും ദ്രുപദനും തമ്മിലുള്ള വിരോധം. തലമുറകൾ പിന്തള്ളി ഈ വിരോധം, ഈ പക എത്രമാത്രം ശക്തമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ മനുഷ്യലോകത്ത് നടക്കാനിരിക്കുന്നതുമായ ഇതിഹാസമാണിതെന്ന് പറയുന്നു. ഈ പക എന്ന് പറയുന്ന ചിരഞ്ജീവി ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ലോകമഹായുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിൽ പോലും യുദ്ധം ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നതും വലിയ മാരകമായ ആയുധങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നതും. ഈ മാരകായുധങ്ങൾ പ്രയോഗിക്കുമ്പോഴെല്ലാം നമ്മളെ രക്ഷിക്കാൻ നരനാരായണന്മാരുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്നും പറയുന്നുണ്ട്. അതാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്ന് പറയുന്ന ലേഖനം കൊണ്ട് പറയുന്നത്. അവസാനത്തെ ഭാഗം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് പറ്റിയത്. ഞാനത് മുറിച്ചപ്പോഴത്തേക്ക് ചെറുതായിപ്പോയി. അടുത്ത നിഷ്പക്ഷനായ ബലരാമനാണ് കേട്ടോ, അത് അടുത്ത വീഡിയോയിൽ പറയാം.